എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്കൊരു വളരെ എളുപ്പത്തിൽ ഒരു സിമ്പിൾ റവ കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ്, അതായത് 300 ml ഒരു ഗ്ലാസ്സാണ് കേട്ടോ. ഗ്ലാസ്സിൽ റവ എടുത്ത് നമുക്ക് മിക്സിയിൽ ആദ്യം തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് പൊടിക്കുക. എന്ന് വെച്ചാൽ ചെറിയ തരികളുണ്ടാവും, അത് കുഴപ്പമില്ല കേട്ടോ. അതിന് ശേഷം നമുക്കതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. സെയിം ജാറിൽ തന്നെ നമുക്ക് പഞ്ചസാരയും കൂടി ഒന്ന് പൊടിക്കാം. ഏകദേശം ഒരു സെയിം ഗ്ലാസ്സിന് തന്നെ 3/4 ഗ്ലാസ് അതും ഒന്ന് പൊടിച്ചെടുത്ത് നമുക്ക് മാറ്റണ്ട. അതിലേക്ക് തന്നെ നമുക്ക് ഇനി 3 മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു അര ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു അര ടീസ്പൂൺ നമുക്ക് വാനില എസൻസും കൂടി ആഡ് ചെയ്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് പതഞ്ഞ് വന്നതിന് ശേഷം ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു 1/4 ഗ്ലാസ്സോളം ഓയിലാണ് ഒഴിക്കുന്നത്. വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം അതും നന്നായിട്ടൊന്ന് അടിച്ച് നമുക്ക് പതപ്പിച്ചെടുക്കണം. ഇനി നമ്മൾക്ക് വേണ്ടത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന റവ ഇല്ലേ, ആ മിക്സും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതേപോലെ തിക്കായിട്ട് കുറച്ച് കിട്ടും. അത് നമ്മൾക്ക് കുറച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്ക് ഒരു അരമണിക്കൂർ അത് അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്തോട്ടെ. ഓക്കെ, ഇനി നമുക്ക് ഇത് നമ്മൾ സാധാ ഉണ്ടാക്കുന്ന ഒരു സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ വേറൊരു സ്ഥലത്തായതുകൊണ്ട് എനിക്ക് എല്ലാ പാത്രങ്ങളും എൻ്റെ കയ്യില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇതുപോലെ അടി കട്ടിയുള്ള ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിനകത്ത് ഒരു റിങ്ങിന് പകരം ഇതുപോലൊരു പാത്രം വെച്ചിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് അതും ഒന്ന് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം അത് നമുക്ക് കുറച്ച് ഓയിൽ ചെയ്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം. ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് എടുക്കാം. എന്നിട്ട് വീണ്ടും അത് ഇതുപോലെ നമുക്ക് വെച്ച് ചൂടാക്കണം. അപ്പോൾ ഇപ്പം നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഡോ ഒന്ന് നമ്മൾ ഇത്തിരി കൂടെ കട്ടിയാവുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ കുറച്ച് പാലൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി തിക്കൻ മാറി കിട്ടും, ലൂസായി കിട്ടും. എന്നിട്ട് നമ്മൾ ആ പാത്രം, ഇതിപ്പോൾ ഒരു ടിഫിൻ ബോക്സിൻ്റെ ഒരു പാത്രമാണ് കേട്ടോ, ടിഫിൻ ബോക്സ്. അതിൽ വെച്ചിട്ട് ഞാൻ വീണ്ടും അത് ഒഴിച്ച്, നമ്മൾ ഓൾറെഡി ചൂടായിട്ട് കിടക്കുകയാണല്ലോ ചീനച്ചട്ടി, അപ്പോൾ അതിനകത്തായിട്ട് വെച്ച് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് വെക്കുക. ഒരു 40-45 മിനിറ്റിന് ശേഷം ഇതുപോലെ ഒന്ന് നോക്കുമ്പോൾ നമുക്കത് ഒട്ടിപ്പിടിക്കാതിരിക്കും. മാവ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും, വെന്ത് പൊങ്ങും. എന്നിട്ട് നമുക്കിതേ അത് മറിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക. ഇതേപോലെ സോഫ്റ്റായിട്ടുള്ള റവ കേക്ക് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്